നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഒരിക്കൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ദമ്പതിമാരായ വസുദേവനും ശ്രീദേവിയും സന്താന സൗഭാഗ്യത്തിനായി നാഗരാജാവിനെ ആരാധിച്ചു വന്നിരുന്നു. കാലം കഴിഞ്ഞു പോകവേ അപ്രതീക്ഷിതമായ ഒരു കാട്ടുതീയുണ്ടായി. ഇല്ലത്തിന് സമീപമുള്ള സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവുകളിൽ ജീവിച്ചിരുന്ന സർപ്പങ്ങൾക്കും കാട്ടുതീയിൽ പൊള്ളലേറ്റു. ജീവനു വേണ്ടി കേഴുന്ന സർപ്പങ്ങളെ വസുദേവനും ശ്രീദേവിയും പരിചരിച്ചു. ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടിയ പരിചരണത്താൽ നാഗങ്ങൾ സുഖം പ്രാപിച്ചു. അവരുടെ പ്രവൃത്തിയിൽ സംപ്രീതനായ നാഗരാജാവ് അവർക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. തൽഫലമായി ശ്രീദേവി ഗർഭവതിയാകുകയും 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അതിലൊന്ന് മനുഷ്യക്കുഞ്ഞും മറ്റൊന്ന് 5 തലകളുള്ള സർപ്പക്കുഞ്ഞുമായിരുന്നു. സഹോദരങ്ങൾ വളർന്നു വലുതായപ്പോൾ മനുഷ്യക്കുഞ്ഞ് ഗൃഹസ്ഥാശ്രമിയായി. സർപ്പക്കുഞ്ഞായി ജനിച്ച നാഗരാജാവ് ഇല്ലത്തിന്റെ അഭിവൃദ്ധിക്കും സംരക്ഷണത്തിനുമായി നിലവറയിൽ കുടികൊണ്ടു. നാഗരാജാവ് ഇന്നും പിൻഗാമികളുടെ സംരക്ഷണവും അഭിവൃദ്ധിയും നിലനിർത്തിക്കൊണ്ട് നിലവറയിൽ ചിരഞ്ജീവിയായി വാഴുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ നിലവറയിലേക്ക് പോകുന്നതിന് മുൻപ് വർഷത്തിൽ 1 പ്രാവശ്യം അമ്മയ്ക്ക് തന്നെ കാണാനുള്ള അനുവാദം നൽകി. കൂടാതെ അമ്മയ്ക്ക് മാത്രമേ നിലവറയിൽ കുടികൊള്ളുന്ന തന്നെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയിച്ച നാഗരാജാവ് പൂജാവിധികളും അമ്മയ്ക്ക് നിർദ്ദേശിച്ചു നൽകി. അമ്മയുടെ കാലശേഷം ആ പദവി കുടുംബത്തിലെ മുതിർന്ന സ്ത്രീക്ക് നൽകണമെന്നും ഉപദേശിച്ചു. ഈ രീതിയിലാണ് തലമുറകളായി സ്ത്രീകൾ ഇല്ലത്തെ നാഗരാജാവിനെ ആരാധിച്ചു വരുന്നത്. ക്ഷേത്രത്തിൽ നിന്നും അമ്മ നാഗരാജാവിനെ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്ന വിശേഷമായ ചടങ്ങാണ് ആയില്യം നാളിൽ നടക്കുന്നത്. അമ്മയുടെ ഇല്ലത്ത് കുടികൊള്ളുന്ന അനന്തനാഗ സാന്നിധ്യവും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന വാസുകി ചൈതന്യവും കൂടിച്ചേരുന്ന ഒന്നായി ഈ ചടങ്ങ് കരുതപ്പെടുന്നു. കന്നി, തുലാം, കുംഭം മാസങ്ങളിലെ ആയില്യങ്ങളിലെല്ലാം വലിയ അമ്മ നാഗരാജ വിഗ്രഹവും വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഇല്ലത്തേക്ക് ഘോഷയാത്ര നടത്താറുണ്ട്.